ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ മൂന്നാമത്തെ ദിവസം. ഇന്ന് പോകുന്നത് ആഴിമലയിലേക്കാണ്. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് കടന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ബസ് സ്റ്റേഷൻ കാണാം. അവിടെയാണ് ആഴിമലയിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുക. അവിടെ വലതുഭാഗത്ത് നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. സമയം 6:10 ആവുന്നതേ ഉള്ളൂ. ആഴിമല എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നാണ് കരുതുന്നത്. ആറ് 50 ബസ്സിനാണ് ഞാൻ കയറിയിട്ടുള്ളത്. ബസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് ബസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനാണ് വലതുഭാഗത്ത് കാണുന്നത്. തമിഴ്നാട് ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ അധികവും കാണാൻ സാധിക്കുന്നത്. ബസ് ഇപ്പോൾ വിഴിഞ്ഞത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കുറച്ചുകൂടിയേ ആഴിമലയിലേക്കുള്ളൂ. ആ നിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മിക്കവാറും വാങ്ങും. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനല്ല അല്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ആഴിമല എത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ബസ് ഡോറ് വലിച്ചടക്കാൻ നോക്കുമ്പോഴാണ് എൻ്റെ പിറകിൽ എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. ആ ചേട്ടനെ ഞാൻ സത്യത്തിൽ കണ്ടില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ചേട്ടൻ്റെ മുഖത്ത് ആ ഡോറ് വന്ന് കൊണ്ടില്ല. ഞാൻ കരുതി എന്നെ അവിടെ ഇട്ട് ശരിയാക്കുന്നു. എല്ലാം പറഞ്ഞ് സോൾവാക്കിയിട്ടാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ ആ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന വലിയ ശിവവിഗ്രഹം കാണുവാൻ വേണ്ടിയാണ് ഞാൻ ആഴിമലയിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും തമിഴ്നാട്ടിലാണോ എത്തിയിട്ടുള്ളത് എന്ന് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വളരെ കളർഫുള്ളും മനോഹരവുമാണ് അത് കാണുവാൻ. അങ്ങനെ ഞാൻ തേടി വന്ന കാഴ്ചയ്ക്ക് തൊട്ടുമുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ത് മനോഹരമായാണ് ആ വിഗ്രഹം അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പാറിപ്പറക്കുന്ന ജടയൻ ഗംഗ. ആ പാമ്പുകൾക്ക് ശരിക്കും ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകും.
ഇതാണ് ഇവിടെയുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. ക്ഷേത്രത്തിനോട് ചേർന്ന് തൊട്ട് കടലിനോട് അടുത്താണ് ഈ വിഗ്രഹം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്, പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ആഴിയും മലയും ചേർന്ന ഒരു സംഗമ സ്ഥലമാണ് ഇവിടം. വലിയൊരു മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നാണ് ഈ കടലുമായി ചേരുന്നത്. മഴക്കാലമായതിനാൽ തന്നെ കടൽ ഒരൽപ്പം ശുഭിതമാണ്. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ കടലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് നമുക്ക് വലിയൊരു അരയാൽ മരം, ഇത് പേരാലാണോ അരയാലാണോ എന്നറിയില്ല, ഏതൊരു ആൽമരത്തിനും ഫാമിലിയാണ് ഈ മരം. അവിടെ നിറയെ തൊട്ടിലുകൾ കെട്ടിയിട്ടുള്ളത് കാണാം. കുട്ടികളില്ലാത്തവർ അവിടെ വന്ന് തൊട്ടിലുകൾ കെട്ടിയാൽ കുട്ടികൾ ജനിക്കും എന്നതാണ് അവിടുത്തെ വിശ്വാസം. അതീവ സുന്ദരമായ ഒരു പ്രഭാതമാണ് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. വലിയൊരു ശിവവിഗ്രഹവും ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള കടലും ഒക്കെ കൂടെ ഈ പ്രഭാതം വളരെ മനോഹരമാക്കിയിരിക്കുന്നു. കടലിനടുത്തേക്ക് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിപ്പോകാം. ഇവിടെ വരെയാണ് അവസാന അതിർത്തിയുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കടലിനെ വളരെ അടുത്തു കാണാം. തൊട്ടടുത്ത് തന്നെയുള്ള ക്യാൻറ്റീനിൽ കയറി ഒരു സെറ്റ് ദോശയും ഒരു വടയും പറഞ്ഞു. ആഴിമലയിൽ നിന്നും ബസ് കയറി നേരെ വിഴിഞ്ഞത്തേക്കാണ് വന്നിട്ടുള്ളത്. വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിന് തൊട്ട് കുറച്ച് അകലെ മാറിയായി ഒരു ഗുഹാക്ഷേത്രം ഗൂഗിൾ മാപ്പിൽ കണ്ടു. അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങളും സംബന്ധിച്ച് 1988 ആക്ട് അനുസരിച്ച് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു ഗുഹാക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു ചേച്ചി അടിച്ചു വാരുന്നുണ്ട്. ചെറിയൊരു ഉദ്യാനം പോലെയാണ് ഇവിടമുള്ളത്. കയറി വരുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് ഇരിപ്പിടങ്ങൾ കാണാം. വൈകുന്നേരങ്ങളിൽ വന്ന് കാറ്റുകൊള്ളാനും വിശ്രമിക്കുവാനും നല്ലൊരിടമാണിത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലിയ ഒരു ഒറ്റ പാറയാണ് ഇവിടെ ഉള്ളത്. ഗുഹ എന്ന് പറയുമ്പോൾ വലിയൊരു തുരങ്കം പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക. എന്നാൽ ഈ വലിയൊരു പാറ ചെറുതായി ഒരു കട്ട് ചെയ്തെടുത്ത് വീടുകളിൽ കാണുന്ന പൂജാമുറി അത്രയും പോലും ഇല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ തുരന്നാണ് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം ഹാർബറിലേക്കാണ് അവിടെ നിന്ന് നേരെ വന്നത്. ആ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖം.
നിരവധി ബോട്ടുകൾ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. അങ്ങ് ദൂരെയായി ഒരു മുസ്ലിം പള്ളി കാണുന്നുണ്ട്. ഒന്നല്ല, അവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട്, ഒരു ചെറുത് ഒരു വലുത്. ഹാർബറിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. കീറിയ വലകൾ തുന്നുന്നവരെയും വലിച്ചു കയറ്റിയ വലയിൽ നിന്നും മീനുകളെ വേർതിരിക്കുന്നവരെയും നമുക്കിവിടെ കാണാം. ഇപ്പോൾ വലിച്ചു കയറ്റിയ വലയാണിത്. പിടക്കുന്ന ചെറിയ ചെറിയ മീനുകളെ നമുക്ക് അങ്ങിങ്ങായി കാണാം. ചിലതിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നത് കാണാം. ഭക്ഷ്യയോഗ്യമല്ലാത്തതോ അല്ലെങ്കിൽ വളരെ ചെറുതായതിനാലോ ആവാം. ഹാർബർ അവിടെ അങ്ങോട്ട് പെർമിഷൻ ഇല്ലല്ലോ. ഈ പള്ളിയുടെ പേരെന്താ? ഇത് പിന്നെ മുഹീദ്ദീൻ പള്ളിയാണ്. അതാണ് മുഹീദ്ദീൻ പള്ളി. അങ്ങ് കാണുന്ന ചെറുത് ഇത് ജമാഅത്ത് പള്ളിയാണ്. ജമാഅത്ത്. ഇത് വാർത്തയിലേക്ക് മക്ബറാന്ന് പറയും. വിവിധ തരങ്ങളായ മത്സ്യങ്ങളെ വലയിൽ നിന്നും മാറ്റിയെടുക്കുന്നവരെ നമുക്കിവിടെ കാണാം. ഇതാണ് മുഹീദ്ദീൻ പള്ളി. കടലിനോട് വളരെ അടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കടലിനടുത്തേക്കുള്ള കാഴ്ചകൾ പോയി നോക്കാം. റോഡും പരിസരവുമെല്ലാം വൃത്തിയാക്കുന്ന രണ്ട് ചേച്ചിമാരെ ഇവിടെ കാണാം. വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഈ പരിസരമാകെ. കടൽ ഒരു മഹാസംഭവമാണ്. എത്ര കണ്ടാലും മതി വരില്ല.
ഓരോ തിരയും വേണ്ടി നാം അങ്ങനെ ലയിച്ചിരുന്ന് പോകും. അങ്ങ് ദൂരെ കാണുന്നതാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. പല സിനിമകളിലും പാട്ട് സീനുകളിലുമൊക്കെ ഇങ്ങനെ ത്രികോണാകൃതിയിലുള്ള കടൽ ഭിത്തികൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. ഇവിടെ എന്തോ ഒരു പരിശോധനാ സംവിധാനം കാണുന്നു. എന്താണെന്ന് നോക്കാം. 500 TSWL ബോളാർഡ് ഫുൾ ടെസ്റ്റ് ഫാക്കൽറ്റി വിഴിഞ്ഞം. ഇതെന്താ സംഭവം? കപ്പലിനൊക്കെ പിടിച്ച് കെട്ടിയിടുന്ന സംഭവമല്ലേ ഇത്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കപ്പലുകളെ കരയ്ക്ക് പിടിച്ച് കെട്ടിയിടുന്ന കയറിൻ്റെ ബലം പരിശോധിക്കാനുള്ള എന്തോ ഒരു സംവിധാനമാണിത് എന്നാണ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിന് കണ്ടുവരാം. അങ്ങോട്ടേക്ക് നടന്ന് തന്നെ പോകാം, കാഴ്ചകളൊക്കെ കണ്ട്. എയറോബിക് കമ്പോസ്റ്റ് പ്ലാന്റ്, ജൈവമാലിന്യങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന പ്ലാന്റാണെന്ന് തോന്നുന്നു. കടലെത്ര കണ്ടാലും മതിയാവില്ല. അങ്ങ് ദൂരെ ഒരു ചെറു വള്ളം പോകുന്നത് കാണാം. എത്ര മനോഹരമായിരുന്നതായാലും അതിൻ്റെ മനോഹാരിതയെ തകർക്കാൻ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് അതിനോട് അനുബന്ധിച്ച് തന്നെ കാണാവുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇവിടെ. ഇത് കൊള്ളാം. ഏതോ ഒരു ക്ലബ്ബ് നേടിയെടുത്തിട്ടുള്ള വിജയ ട്രോഫികളൊക്കെ ഒരു ബസ് ഷെൽട്ടറിൽ പ്രൊജക്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്താറായിരിക്കുകയാണ്. ആവാടുതുറ തേരുവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വരുന്ന വഴി ഇവിടെ ഒരു ബോർഡ് കണ്ടു. ഒന്ന് അങ്ങോട്ടേക്ക് കയറി നോക്കാം. ഇതാണ് ക്ഷേത്രം. കരിങ്കല്ല് കൊണ്ടുള്ള തൂണുകളും മറ്റും നമുക്ക് കാണാം. നട്ടുച്ചയ്ക്ക് പോയ ഏത് ക്ഷേത്രവും അടച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോകാം. ഒടുവിൽ ലൈറ്റ് ഹൗസിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളെപ്പോലെ ഈ ലൈറ്റ് ഹൗസും തിങ്കളാഴ്ച അവധിയാണ്. അതുകൊണ്ട് അകത്തേക്ക് കയറുവാൻ യാതൊരു നിർവാഹവുമില്ല. വെരി ഗുഡ്.
അവിടെ നിന്നും പിന്നെയും മുന്നോട്ട് നടന്നു കോവളം ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ മഴക്കാലത്ത് വന്നാൽ കോവളം ബീച്ച് ഇതുപോലെയാണ് ഉണ്ടാവുക. 10 മണിക്കാ? എന്നാലും എൻ്റെ ലൈറ്റ് ഹൗസിൽ ഇത്രത്തോളം വന്നിട്ട് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. പ്രക്ഷുബ്ധമായിരിക്കുന്ന കടൽ, ഒരു പട്ടിക്കുഞ്ഞു പോലുമില്ലാത്ത കോവളം ബീച്ച്. എന്തായാലും തിരുവനന്തപുരം വിസിറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ച സമയം അല്ലാത്തൊരു സമയമായിപ്പോയി. മറ്റൊരു സീസണിൽ തീർച്ചയായും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കാണാം. ഇപ്പോൾ ഞാൻ പോകുന്നു. സീസൺ അറിയാതെ യാത്ര ചെയ്ത കുറച്ചു ടൂറിസ്റ്റുകളെ അവിടെ കാണുന്നുണ്ട്. അവിടുന്ന് നേരെ ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. സമയം ഏകദേശം 3 മണി ആവുന്നതേ ഉള്ളൂ. ക്ഷേത്രം തീർച്ചയായും അടച്ചിട്ടാണ് ഉണ്ടാവുക. എങ്കിലും വെറുതെ ഒന്ന് കയറി നോക്കാം. ഇവിടെ പ്രവേശന കവാടത്തിൻ്റെ മുന്നിലായി ഒരു പുഴയും താഴേക്ക് ഇറക്കി കെട്ടിയ പടവുകളും കാണാം. അസ്ഥി നിമജ്ജനം ചെയ്യാനുള്ള കടവാണ് ഇത്. അവിടെ മരച്ചുവട്ടിൽ 2 പേരിരുന്ന് ചൂണ്ടയിടുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ സൈഡിലായി ചെറിയൊരു കുളം നമുക്ക് കാണാം. വിജനമായിരിക്കുന്ന വഴിപാട് കൗണ്ടറുകൾ. ക്ഷേത്രത്തിൻ്റെ സമയവിവരങ്ങളും അതുപോലെ വഴിപാട് വിവരങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അവിടെ കുറച്ച് മാറി വലിയൊരു അരയാൽ മരവും അതിന് താഴെ ഒരു തറയും കാണാം. ഈ കാണുന്നതാണ് പരശുരാമ സ്വാമി ക്ഷേത്രം. നേരത്തെ കണ്ട ആ അരയാൽ ചുവട്ടിൽ കുറച്ച് നാഗവിഗ്രഹങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ അരയാലിന് മുന്നിലായി മറ്റ് 2 ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. വളരെ അടുത്തായി ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ഇവിടെയും അസ്ഥി നിമജ്ജനവും ബലിതർപ്പണങ്ങളും നടത്താറുണ്ട്. ആ തോട്ടിലിറങ്ങി അസ്ഥി നിമജ്ജനം കഴിഞ്ഞ് വരുന്നവർക്ക് കുളിക്കുവാനുള്ള ഷവറുകൾ നമുക്കിവിടെ കാണാം. ഇത്ര നേരമായിട്ടും അവർക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഭീമാപ്പള്ളിയിലേക്കാണ് വന്നിട്ടുള്ളത്. ജാതി മത വ്യത്യാസമില്ലാതെ ഏവർക്കും കയറാവുന്ന കേരളത്തിലെ ഒരു മുസ്ലിം പള്ളി എന്നതാണ് ഭീമാപ്പള്ളിയെക്കുറിച്ചുള്ള എനിക്കുള്ള അറിവ്.
പൊതുവെ പച്ച നിറത്തിലാണ് മുസ്ലിം പള്ളികൾ കാണാറുള്ളതെങ്കിൽ ഇവിടെ പിങ്ക് നിറത്തിലാണ്. ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പള്ളിയുടെ അകത്ത് കയറിയിരിക്കുന്നത്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. പള്ളിയുടെ മറ്റൊരു വശമാണിത്. ഇതാണ് ഭീമാപള്ളിയുടെ മുൻവശം. വളരെ മനോഹരമായൊരു നിർമ്മിതി. തൊട്ടപ്പുറം ഒരു വിശ്രമ കേന്ദ്രവും നമുക്ക് കാണാം. രംഗണ്ണൻ എങ്ങനെയാ എത്ര സെറ്റപ്പായ എടാ മോനെ. വൈകുന്നേരത്തോടുകൂടി കിഴക്കേക്കോട്ടയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി എത്തി നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. കിഴക്കേക്കോട്ടയിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം നടന്നാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത്. തീർച്ചയായും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ടത് തന്നെയാണ്. സമയം ഏകദേശം 7 മണിയോട് അടുത്തിരിക്കുന്നു. തിരിച്ച് തമ്പാനൂരേക്ക് പോയി ഡോർമെട്രി എടുക്കണം. അപ്പോൾ അടുത്ത ദിവസം കാണാം.